കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കണമെന്ന് മമ്മൂട്ടി. കേന്ദ്ര അനുമതിക്കായി കാത്തുനിൽക്കാതെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലണമെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും കതിർ അവാർഡ് വേദിയിൽ ആവശ്യപ്പെട്ടു. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? ഇതാണ് മമ്മൂട്ടിയുടെ നിർദ്ദേശം. കർഷകരില്ല, കൃഷി ചെയ്യാനാളില്ല എന്ന അവസ്ഥയാണ്. കൃഷി ചെയ്യാനില്ലാത്ത ആൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല. കേരളത്തിൽ നമ്മൾ ഉണ്ണുന്ന നെല്ല് 99% നമ്മൾ ഉണ്ടാക്കുന്നതല്ല. കുറച്ചെങ്കിലും നമ്മുടെ നെല്ല് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട്, വയനാട്, കുട്ടനാടൊക്കെയാണ്. അവിടെയൊക്കെ കൃഷി വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. കർഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊരിക്കൽ പറഞ്ഞതാണ്, അത് അവിവേകമായി പോയി എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. പച്ചക്കറിക്കും അരിക്കുമൊക്കെ വില കൂട്ടണം, എന്നാലേ കൃഷി ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും കുറച്ചുകൂടെ പ്രോത്സാഹനമായി നമ്മുടെ ഉപഭോക്താക്കൾ കുറച്ചുകൂടെ ആത്മാർത്ഥതയോടെ നിൽക്കണമെന്നാണ് ഞാൻ. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് തടയാൻ ജോൺ ബ്രിട്ടാസ് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇങ്ങനെ. ഈ ഒരു അവാർഡിന്റെ പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചതുപോലെ 4 നേരം നമ്മൾ ഓർക്കേണ്ട കർഷകനെ സ്മരിക്കാൻ വേണ്ടിയാണ്. വല്ലപ്പോഴും കാണുന്ന ഡോക്ടറെ നമുക്ക് പറഞ്ഞ പോലെ നമ്മൾ ആദരിക്കും. പക്ഷേ ഒരു ദിവസം 4 നേരം നമ്മൾ ഓർക്കേണ്ട കർഷകനെ പലപ്പോഴും വിസ്മരിക്കും. പ്രസാദ് സാറേ, ഞാനൊരു കർഷകനാണ്. ഞാനൊരു കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. പലപ്പോഴും ചെറുപ്പകാലത്ത് ചെറിയ കൃഷിയൊക്കെ ചെയ്തിട്ടാണ് പോക്കറ്റ് മണി സമ്പാദിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് വലിയ വിഷമമാണ്. വന്യമൃഗങ്ങൾ കയറി ഒരാൾക്കും കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിലൊക്കെ ഒരുപാട് നിവേദനം നമ്മൾ സമർപ്പിക്കുമ്പോഴും വനം അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇതാണ് അവരുടെ ഫോക്കസ്. പ്രസാദ് സാറെ, ഞാൻ പറയാൻ പോവുകയാണത് എൻ്റെ ഒരു അഭിപ്രായം താങ്കളുടെ മുമ്പിൽ പറയാം. ഈ പന്നിയൊക്കെ കൊന്ന് മനുഷ്യന് തിന്നാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കണം. അതല്ലാതെ ഇതിനെ കൊന്ന് കുഴിച്ചു മൂടണം, പെട്രോൾ ഒഴിച്ച് കത്തിക്കണം എന്ന് പറഞ്ഞാലൊന്നും നടക്കാൻ പോകുന്ന കേസല്ല. മാത്രമല്ല എതിർപ്പില്ല. ഇനി കേന്ദ്രം സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യണമെന്ന്, അത് ചെയ്യണം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ സമ്മതിച്ചിട്ടാണ് നമ്മൾ പലതും ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ്, കൃഷിയെ രക്ഷപ്പെടുത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ധീരമായിട്ടുള്ള ചില ചുവടുവെപ്പുകൾ നടത്തണം. കൈരളി ന്യൂസ്, കൊച്ചി.